മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിന്റെ ഭാഗമായി വനംവകുപ്പിന്റെ ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയ സ്ഥലത്തെത്തി. പ്ലാന്റേഷന്റെ 2ാം ബ്ലോക്കിൽ വെറ്റിലപ്പാറയിലാണ് ആന ഇപ്പോൾ ഉള്ളത്. എന്നാൽ കൃത്യമായ സ്ഥലം കണ്ടെത്താനായിട്ടില്ല. 2 മുറിവുകളുള്ള ആനയ്ക്ക് ചികിത്സ ആവശ്യമുണ്ടെന്നാണ് ഡോക്ടർ അരുൺ സക്രിയ വ്യക്തമാക്കുന്നത്. അതെങ്ങനെ വേണമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. മയക്കുവെടി വെക്കുന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. അവശ നിലയിൽ കാണുന്ന ആനയെ മയക്കുവെടി വെച്ചാൽ ജീവൻ അപകടത്തിലാകുമെന്ന ആശങ്കയുണ്ടെന്ന് വാഴച്ചാൽ ഡിഎഫ്ഒ ആർ ലക്ഷ്മി പറഞ്ഞു. ആനയുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കുകയാണ് വിദഗ്ധ സംഘത്തിന്റെ ആദ്യ ലക്ഷ്യം. ഇതിനുശേഷമായിരിക്കും തുടർ നടപടികൾ. ഇത് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ നമ്മൾ സെഡേറ്റ് ചെയ്യാം, മാറ്റിയിട്ട് നമ്മൾ എന്താ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതിന് കൃത്യമായിട്ടുള്ളൊരു ലൊക്കേഷൻ വേണം. നമുക്ക് അല്ലാണ്ട് നമുക്ക് പറ്റില്ല, വെള്ളത്തിനടുത്തോ അങ്ങനെയൊന്നും പറ്റില്ല, ഡെത്താവും. അപ്പോൾ അതിന് കൃത്യമായിട്ട് നോക്കി ആ വൂണ്ട് ഒന്ന് കിട്ടിയ ഫോട്ടോഗ്രാഫ്സ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ശരിക്കും നമുക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരു വൂണ്ടാണ്. പരിക്കുന്ന സമയം ഹിറ്റ് വൂണ്ടായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇറ്റ്സ് നോട്ട് പെനിട്രേറ്റിംഗ് വൂണ്ടല്ല, ഒരു പ്രൊജക്ടൈൽ പോയ ഒരു വൂണ്ടായിട്ട് തോന്നുന്നില്ല, ഹിറ്റ് വൂണ്ടായിട്ട് തന്നെയാണ് തോന്നുന്നത്. സോ അത് നമുക്ക് നോക്കിയിട്ട് കൃത്യമായിട്ട് നമ്മുടെ സ്കാനേഴ്സ് ഉണ്ട്, അതെല്ലാം വെച്ചിട്ട് നമ്മൾ പരിശോധിക്കും. ജയൻ ചേരുന്നു വിവരങ്ങളുമായി. ജയൻ, ആന ഇപ്പോഴുള്ള കൃത്യമായ സ്ഥലം കണ്ടെത്താനായിട്ടുണ്ടോ? എന്തായാലും ആനയ്ക്ക് ചികിത്സ വേണം എന്ന് തന്നെയാണ് ഡോക്ടർ അരുൺ സക്രിയ നിർദ്ദേശിച്ചിട്ടുള്ളത്. മയക്കുവെടി വെക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കാത്ത ഒന്നാണ്. എങ്ങനെയാണ് വിദഗ്ധ സംഘം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്? ലിറ്റി, പുതിയ വിവരം അനുസരിച്ച് മയക്കുവെടി വെക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ആനയെ മയക്കുവെടി വെച്ചു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നു. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ആർ ലക്ഷ്മി ഒരു വേള ഫോണിൽ കിട്ടിയിരുന്നു. അപ്പോ അവർ പറയുന്നത് മയക്കുവെടി വെച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ പോലും പുറത്തു വരുന്ന വാർത്ത ഇപ്പോൾ മയക്കുവെടി വെച്ചു എന്നാണ്. എങ്ങനെയായാലും ആനയ്ക്ക് മയക്കുവെടി വെച്ചിട്ടുണ്ടെങ്കിൽ ആനയ്ക്ക് അത് ഏറ്റിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതിനിടെ ഈ തയ്യാറെടുപ്പിനിടെ മയക്കുവെടിയുടെ തയ്യാറെടുപ്പ് ഡോക്ടർ അരുൺ സക്രിയ നടത്തിയിരുന്നു. ഇതിനിടയിൽ ആന അവിടെ നിന്ന് നീങ്ങിയിട്ടുണ്ട്. ഇപ്പോ ചാലക്കുടി പുഴയുടെ വെറ്റിലപ്പാറ 16 ഭാഗത്ത്, വെറ്റിലപ്പാറ നമ്പർ 16 ഭാഗത്താണ് പ്ലാന്റേഷന്റെ തുരുത്തിൽ രാവിലെ മുതൽ ആന നില ഉറപ്പിച്ചത്. ഇവിടെ ആന ഉണ്ടെന്നുള്ള വ്യക്തമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധ സംഘം അവിടേക്ക് നീങ്ങുകയായിരുന്നു. വളരെ ദൂരെ നിന്ന് ആണ് ഈ സംഘം ഈ പദ്ധതി തയ്യാറാക്കിയത്. ആദ്യം ചതുപ്പിൽ നിൽക്കുന്നതിനാൽ ആനയെ വെടിവെക്കുന്നത് ശ്രമകരമാണെന്നുള്ള അഭിപ്രായമാണ് വനംവകുപ്പിന്റെ ആരോഗ്യ പരിപാലന സംഘം ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു പടക്കം പൊട്ടിച്ചു ആനയെ അവിടെ നിന്ന് നീക്കി. പിന്നീട് ആന എണ്ണപ്പനത്തോട്ടത്തിലേക്ക് കയറിയപ്പോഴായിരുന്നു വെടിവെക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ഇതിനിടയിൽ ആന അവിടെ നിന്ന് മാറി റോഡ് കുറുകെ കടന്ന് പ്ലാന്റേഷന്റെ മറ്റൊരു ഭാഗത്തേക്ക്, അതായത് റിസർവ് വനത്തിലേക്ക് പോയിട്ടുണ്ടെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ സമയമൊന്നും മാധ്യമപ്രവർത്തകരെ ആ ഭാഗത്തേക്ക് അടുപ്പിച്ചിട്ടില്ല. കാരണം മയക്കുവെടി വെക്കുകയാണെങ്കിൽ ആന പ്രകോപനായി എങ്ങനെ പ്രതികരിക്കും, എവിടേക്കെല്ലാം ഓടിയെത്തും ആശങ്ക വനപാലകർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ സംഭവ സ്ഥലത്തു നിന്നും മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാരണത്താൽ അവിടെ നടക്കുന്നത് എന്താണെന്നുള്ള വ്യക്തമായ വിവരം ആർക്കും ലഭിച്ചിട്ടില്ല. അല്പം മുമ്പ് വാഴച്ചാൽ ഡിഎഫ്ഒ നമ്മളോട് പറഞ്ഞത് വെടി വെച്ചിട്ടില്ല എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചത്. എങ്കിൽ പോലും വെടി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആനയ്ക്കത് ഏറ്റിട്ടില്ല. ആന അവിടുന്ന് വേറൊരു ദിക്കിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ് ലിറ്റി. ജയൻ, ആന അവശ്യ നിലയിലാണ്. കണ്ട അന്ന് മുതൽ ആന അവശ്യ നിലയിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ മയക്കുവെടി വെക്കുക തന്നെയാണെങ്കിൽ അത് അതിന്റെ ജീവന് തന്നെ ഭീഷണിയാകുമെന്ന് ആദ്യം ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ മയക്കുവെടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ ആരോഗ്യ വിദഗ്ധരുടെ നീക്കം? ഒപ്പം തന്നെ കുങ്കിയാനകളെ എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. അക്കാര്യത്തിൽ എങ്ങനെയാണ് നടപടികൾ? ഇത് കഴിഞ്ഞ ജനുവരി 17-നാണ് ഏഴാറ്റവും ഭാഗത്ത് ഈ ആനയെ കണ്ടെത്തുന്നത്. അപ്പോൾ ആന അവശനായിരുന്നില്ല. എങ്കിൽ പോലും സമൂഹ മാധ്യമങ്ങളിൽ വന്ന വിവരമനുസരിച്ച് ആന ഏറെ അവശനായിരുന്നുവെന്നും ഇത് വെടിയേറ്റ മുറിവുകളാണ് എന്നുള്ള വിവരമൊക്കെയാണ് പുറത്തു വന്നത്. ഇതിനെ തുടർന്ന് തൃശ്ശൂരിലെ വെറ്റിനറി ഓഫീസർമാർ സ്ഥലത്തെത്തി നിരീക്ഷണം നടത്തി. അപ്പോൾ അത് വെടിയേറ്റ മുറിവുകളല്ല എന്നുള്ളതാണ് അവർക്ക്
പ്രാഥമികമായി ലഭിച്ച വിവരം. അപ്പോൾ ഈ സമയത്ത് ആന കാടിനകത്തെ തോട്ടിൽ ഇറങ്ങി തീറ്റയെടുക്കുകയും അതുപോലെ ചെവിയും വാലുമെല്ലാം ആട്ടുകയും തുമ്പികൈ ഉയർത്തുകയും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളില്ല എന്നാണ് അന്നത്തെ വനംവകുപ്പിന്റെ നിഗമനമായിരുന്നു. എങ്കിൽ പിന്നീട് ഒരു 3 ദിവസത്തേക്ക് ആനയെ കണ്ടിരുന്നില്ല. പിന്നെ 20-ാം തീയതി ഉച്ചതിരിഞ്ഞാണ് ആനയെ വീണ്ടും കാണുന്നത്. അപ്പോൾ ആന 20-ാം തീയതി കണ്ട അവസ്ഥയേക്കാൾ അല്പം മോശമായിരുന്നു വിവരങ്ങൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് കൺസർവേറ്റർ തിരുവനന്തപുരത്ത് നിന്നും വ്യക്തമായ നിർദ്ദേശം നൽകി. ആവശ്യമെങ്കിൽ ആനയെ മയക്കുവെടി വെക്കുകയോ പിന്നീട് ചികിത്സ നൽകുകയോ വേണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. പക്ഷേ വാഴച്ചാൽ DFO ഇതിന് വിമുഖത പ്രകടിപ്പിക്കുകയായിരുന്നു. കാരണം ഇത് അവിടെ വെടിയേറ്റാൽ ആന എങ്ങനെ ചിലപ്പോൾ ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന നിഗമനമായിരുന്ന ആശങ്കയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എങ്കിൽ പോലും പക്ഷെ ഇത് വീണ്ടും ഇന്നലെ വൈകുന്നേരമെല്ലാം കാണുമ്പോൾ വളരെ അവസ്ഥ നിലയിൽ കാണപ്പെട്ടു. അതുകൊണ്ട് തന്നെ ചികിത്സ അത്യന്താപേക്ഷിതമാണെന്നുള്ള നിഗമനത്തിൽ വനപാലകർ എത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതിനെ മയക്കുവെടി വെക്കുക എന്ന തീരുമാനത്തിൽ വനംവകുപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത്. ശരി, ജയൻ, വിശദാംശങ്ങൾ നൽകിയതിന്. മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ വിദഗ്ധ സംഘം ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാലക്കുടി പുഴയുടെ വെറ്റിലപ്പാറ 16-ലാണ് ആന ഇപ്പോൾ ഉള്ളത്. വനംവകുപ്പിന്റെ ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ആനയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മയക്കുവെടി വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അഭ്യൂഹം പരക്കുന്നുണ്ടെങ്കിലും കൃത്യമായ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. വാഴച്ചാൽ DFO R ലക്ഷ്മിയുമായി ഞങ്ങളുടെ ലേഖകൻ ബന്ധപ്പെട്ടപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്നത്. എന്തായാലും ആനയെ നിരീക്ഷിച്ചു വരികയാണ്. കൃത്യമായ ചികിത്സ ആനയ്ക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി വനംവകുപ്പിന്റെ ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ സ്ഥലത്തെത്തി ആനയെ നിരീക്ഷിക്കുന്നത്. വിവരങ്ങളാണ് ജയൻ നൽകിയത്.